റെസിൻ ആർട്ടിൻ്റെ കിറ്റ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം കേട്ടോ. ഇത് മീഷോയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ മേടിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 507 പക്ഷേ എനിക്ക് ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. ഡിസ്കൗണ്ട് ഉള്ള ടൈമിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ എനിക്ക് 458 രൂപയ്ക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റണ സ്റ്റാർട്ടിങ്ങിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ. പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റെസിനാണ് വരുന്നത്. 2:1 കേട്ടോ, റെസിനും ഹാർഡനറും. പിന്നെ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ, നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. സംഭവം ഇനിയും ചെയ്ത് നോക്കാം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള കപ്പാണത്. പിന്നെ ഇതിൽ ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു 7-8 ഷെയ്ഡ് എങ്ങാണ്ടുണ്ട് ഗ്ലിറ്റേഴ്സ് ഇതിൽ. പിന്നെ ഇത് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ ഗ്ലൗസ് ഒരു 4 പെയർ വരുന്നുണ്ട് അത്യാവശ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളല്ലാതെ മേടിക്കുന്ന എക്സാമിനേഷൻ ഗ്ലൗസുകളായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് വലുതാണ്, നമ്മുടെ കൈ കഴിഞ്ഞിട്ടും പിന്നെ അതിൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഒരു കംഫർട്ട് കിട്ടൂല. അപ്പോൾ നമ്മളല്ലാതെ മേടിക്കുന്ന എക്സാമിനേഷൻ ഗ്ലൗസ് ഇല്ലേ, 5 രൂപയ്ക്ക് കാണുള്ളൂ ഒരു ഗ്ലൗസിന്, അത് മേടിച്ചാലും മതി. പിന്നെ ഗ്ലിറ്റേഴ്സ് എല്ലാം ചെറിയ പാക്കറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ബിഗിനേഴ്സിൻ്റെ കിറ്റാണ്, അപ്പോൾ എല്ലാതും ചെറിയ പാക്കറ്റാണ് കേട്ടോ. പക്ഷെ നമുക്ക് അത്യാവശ്യം ചെയ്യാനുള്ള നമ്മുടെ റെസിന് ഹാർഡനർ എത്രയുണ്ടോ അതിനു വേണ്ടി ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇത് കീ ചെയിനാണ് കേട്ടോ, ഗോൾഡൻ കളറാണ്. എനിക്കൊന്ന് 5 എണ്ണം ഉണ്ട് ഇതിൽ. 5 കീ ചെയിൻ നമുക്ക് ചെയ്യാം ഇത് വെച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ റെസിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണ കീ ചെയിൻ്റെ തന്നെ കണക്ടറും ഉണ്ട് കേട്ടോ. സ്മോൾ പീസസ് ആയിട്ട് കാണുന്നില്ല, അത് കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ഗോൾഡൻ കളറിൽ 5 എണ്ണം, പിന്നെ സിൽവർ കളറിൽ 5 എണ്ണം ഉണ്ട്. സെയിം സാധനം തന്നെ, സിൽവറും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 10 കീ ചെയിൻ ഈ റെസിന് ഹാർഡനറും വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രൈസിനാണ് മേടിച്ചതെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കീ ചെയിൻ്റെയൊക്കെ. പിന്നെ ഇത് ഗ്ലിറ്റേഴ്സ് നമ്മൾ നേരത്തെ കണ്ടത് മിക്സഡ് ആയിരുന്നു, മിക്സഡ് കളേഴ്സ് ആയിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടി പ്ലെയിൻ ആണ്. സത്യത്തിൽ ഇതൊക്കെ വെച്ച് എങ്ങനെയാ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നോക്കാം, യൂട്യൂബ് ഉണ്ടല്ലോ, നമുക്കെല്ലാം നോക്കാം. പിന്നെ ഇതിൽ കുറച്ച് സീഡ്സ് ഉണ്ട്. അതെന്തിനാന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. സീഡ്സും ഇതും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്കറിയില്ല. ഇനി അവർ ഫ്രീ തന്നതാണോ ഗിഫ്റ്റ് ആണോ എനിക്കറിയില്ല. കുറച്ച് വെജിറ്റബിൾ സീഡ്സ് ഉണ്ട് ഇതിൽ. എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെ നമുക്ക് അതും പാകി നോക്കാം. ഇത് ഇയർ റിങ്സിൻ്റെ കണക്ടറാണ്. 8 പെയർ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇയർ റിങ്സ് നമുക്ക് സിൽവർ കളറും ഉണ്ട് ഗോൾഡൻ കളറും ഉണ്ട് കേട്ടോ. 4 പെയർ വെച്ചിട്ട് സിൽവറും 4 പെയർ വെച്ചിട്ട് ഗോൾഡനും ഉണ്ട്. പിന്നെ ഇതിൽ കാണുന്നത് നമുക്ക് ട്യൂട്ടോറിയലാണ്, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഗൈഡാണ് കേട്ടോ. ഇതൊക്കെ നോക്കി ചെയ്യാം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മോൾഡാണ്, എനിക്ക് തോന്നുന്നു ഇയർ റിങ്സിൻ്റെ മോൾഡാന്ന് തോന്നുന്നത്, സ്മോൾ അല്ലേ. ഇയർ റിങ്സിൻ്റെ മോൾഡാട്ടോ സംഭവം. ഇതിൽ കാണുന്ന ഇതെല്ലാ ഡിസൈൻസിലും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇയർ റിങ്സ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. സംഭവം പിന്നെ കുറച്ച് വലിപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഇയർ റിങ്സ് തന്നെയല്ലേ, നമുക്ക് ഇതിലും കീ ചെയിനും ഉണ്ടാക്കാം. ഇത് ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് ഈ ഹാർഡനറും റെസിനും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇതിൽ വന്നേക്കുന്ന കീ ചെയിൻ മോൾഡാണ്. അത് കുറച്ചേറെ ഡിസൈൻസ് ഉണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മേടിച്ചോ.